ഞാൻ വിചാരിക്കുന്നില്ല സമദൂരം വിട്ടു എന്നുള്ള കാര്യം. പക്ഷേ NSSനെ പോലെയുള്ളൊരു ഹൈന്ദവ സംഘടനയ്ക്ക് കേരളത്തിലെ ആചാരം സംരക്ഷിക്കുന്ന പാർട്ടിയായി CPMനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെയൊരു നെഗറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു മറ്റുള്ള പാർട്ടി. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന പാർട്ടി, ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും എതിരാണ്. ശബരിമലയിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ത്രീകളെ കൊണ്ടുവന്ന പാർട്ടിയാണ്. അങ്ങനെ പറഞ്ഞ ഒരു വലിയ നെഗറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞു എന്നുള്ളത്. അതിൽ നിന്നൊരു വലിയ മാറ്റം ഈ ഹിന്ദു സംഘടന, ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തായിട്ട് SNDPൻ്റെ ഭാഗത്തുനിന്ന് CPMനെയോ ഇടതുപക്ഷത്തെയോ മുഖ്യമന്ത്രിനെയോ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ നിലപാട് സ്വീകരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ NSSും കൂടെ വന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സംഘടനകൾ ഈ പറയുന്ന ഹിന്ദുക്കൾക്കെതിരല്ല ഇടതുപക്ഷം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമായിരുന്നു. കോൺഗ്രസ് ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് നോക്കിയപ്പോൾ കോൺഗ്രസ് ഇന്ന് VD സതീശൻ പറഞ്ഞാൽ എന്താ അറിയോ, ഭൂരിപക്ഷ വർഗീയത വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഗമം എന്താ പറയുന്നത്. അപ്പോൾ എന്താ അതിനർത്ഥം? അപ്പോൾ കോൺഗ്രസിൻ്റെ ആംഗിൾ എന്താണ്? കേരളത്തിലെ ഹിന്ദുക്കളെല്ലാം ഭീകരവാദികളാണോ? അല്ലെങ്കിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തരെല്ലാം ഭീകരവാദികളാണെന്നോ? അങ്ങനെയൊരു അഭിപ്രായം പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണോ കേരളത്തിലെ സംവിധാനം മുഴുവൻ? നമ്മൾ അങ്ങനെയാണല്ലോ കേന്ദ്രത്തിൽ പറയുമല്ലോ, എന്താണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എന്ന് പറയുന്ന ശൈലിയിലേക്ക് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ടെന്നൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇവിടെ എന്താണ്, ഇവിടെ സിമ്പിളായ കാര്യമുള്ളൂ. ഞാൻ ഇന്നൊരു വാർത്തയുടെ ഹെഡിങ് നോക്കുകയാണ്. അതെ, ഞാൻ ഇന്ന് ഒരു വാർത്തയുടെ ഹെഡിങ് നോക്കുന്നു, ആഗോള അയ്യപ്പ സംഗമവും വിവാദത്തിൽ. ഇതെത്തിക്കാനുള്ള ശ്രമമുള്ളൂ, അത്രയേ ഉള്ളൂ കാര്യം. ഒരു വികസനം ഈ നാട്ടിൽ വരരുതെന്ന് അതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വികസനം ഈ നാട്ടിൽ വരാൻ പാടില്ല. ഒരു ഒരു ക്ഷേത്രവും ആഗോള തലത്തിൽ അറിയപ്പെടാൻ പാടില്ല. ഒരു നവോത്ഥാന സമിതികളും കേരളത്തിലുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇതിനെതിരെ റിസർച്ച് നടത്തി അതിനെതിരെ വാർത്തകൾ പടച്ചുവിട്ട് അതിനെതിരെ കാര്യങ്ങൾ നടപ്പിലാക്കി അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും അജണ്ടയാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരു ക്ഷേത്രത്തിനെ ഒരു വലിയ രീതിയിൽ തീർത്ഥാടന കേന്ദ്രമായി മാറ്റണം. അത് ലോകത്തെ ഏറ്റവും നല്ല തീർത്ഥാടന കേന്ദ്രമാക്കണം. സൗത്തിയിലും ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെല്ലാം എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അതുപോലെ ഒരു ക്ഷേത്രമായി ശബരിമലനെ മാറ്റണം എന്നുള്ള അർത്ഥത്തോടുകൂടി ഒരു സർക്കാർ ഇനീഷ്യേറ്റീവാണ്. ആ സർക്കാർ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് അതിന് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതിനൊരു യോഗം വിളിച്ചിരിക്കുന്നു, അതൊരു സംഘമാണ്. ആ സംഗമത്തിന് സർക്കാരും മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനയായ SNDP NSS പോലെയുള്ള സംഘടനകളെല്ലാം വിളിക്കും, അവരുടെ നേതാക്കന്മാർ പങ്കെടുക്കും, അതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കും. ഇതേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മാറിയിട്ട് ഇതെന്താ വർഗീയ സംവിധാനമാണ്, വർഗീയ വിദ്വേഷം വളർത്താൻ വേണ്ടിയിട്ടാണ്, വർഗീയ നിലപാട് സ്വീകരിക്കുന്നതാണ്, അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം ഇതിലൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇലക്ഷൻ സ്റ്റാൻഡിലേക്ക് വരണം. ഇപ്പോഴേതാ ഇലക്ഷൻ നടക്കുന്നത്? ഇലക്ഷൻ സ്റ്റാൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ സ്റ്റാൻഡിലേക്ക് വരികയാണെന്നും കൂടെ വരുത്തി തീർക്കണം. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇനി എന്താണ് പറയുന്നത്? 2018 ഇതായിരുന്നല്ലോ അവസ്ഥ. യുവതി പ്രവേശനത്തോട് കൂടിയിട്ട് CPM അങ്ങില്ലാതായി തീർന്നുപോയി. CPM ഇനി എണീക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് 2021 ഇലക്ഷൻ എന്താ സംഭവിച്ചത്? 2021 2019 ഇലക്ഷനിലും BJPക്ക് ഒരു സീറ്റ് പോലും, കാരണം BJP ആണുള്ളത് മുന്നിൽ നിന്ന് നയിച്ചത്, മുന്നിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല 2019 ലോക്സഭാ ഇലക്ഷനിൽ. 2021 വന്നപ്പോഴത്തേക്കും പോയപ്പോഴും BJPക്ക് ഒന്നും കിട്ടിയില്ല, കോൺഗ്രസിനൊന്നും കിട്ടിയില്ല, 99 സീറ്റിലൊന്നും ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. അപ്പം ആ ചർച്ചകളെല്ലാം ആവിയായിപ്പോയോ? പക്ഷേ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നേ. ജനങ്ങൾക്ക് എന്തുകൊണ്ട് ശബരിമലയിൽ പോകണം, ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എന്താണ് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് ഈ പറയുന്ന CPM എല്ലാ വീടാന്തരം കയറി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സുപ്രീം കോടതി ഓർഡർ വരുന്നു, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് എല്ലാ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലായില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ അന്ന് ശബരിമല കയറിയ ബിന്ദു അമ്മണിയൊക്കെ സംഗമത്തിൽ വരുന്നുണ്ടാവും, അവരല്ലേ ഏറ്റവും വലിയ വളരെ. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ അർജന്റീനയ്ക്ക് ഒരു ലെറ്റർ അയച്ചായിരുന്നല്ലോ, ഈ അർജന്റീന ഇങ്ങോട്ട് വരുന്നുണ്ടോ? ബിന്ദു അമ്മണിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അയച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേ എന്തൊരു കഷ്ടം നോക്ക്. സ്റ്റേജിൽ വേണം ബിന്ദു അമ്മണീനെ ഇതിനെ കൂട്ടിക്കെട്ടാൻ എന്തൊരു ഇൻട്രസ്റ്റ് നോക്കിക്കേ. വളരെ ശബരിമല കയറി വിശ്വാസികളുടെ സംഘമാണ്. അതെ, വിശ്വാസികളുടെ സംഘമാണ്. വിശ്വാസികൾ ആരെ പങ്കെടുപ്പിക്കണമെന്നും അത് എങ്ങനെ നടത്തണമെന്നും ഏത് രീതിയിൽ നടത്തണമെന്നും സർക്കാരും ഹൈന്ദവ സംഘടനയെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചോളൂ. നവോത്ഥാനം
നവോത്ഥാനത്തിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനമുണ്ട്, അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒക്കെ ഉണ്ട്, അതിന് പ്രസിഡന്റ് സെക്രട്ടറി. നിങ്ങൾക്ക് പറ്റുന്ന പ്രസിഡന്റിനെ പറ്റി എന്ത് ചെയ്യാൻ? നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് പറ്റില്ല. കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള നവോത്ഥാന പ്രസ്ഥാനം ദളിതനും അമ്പലത്തിൽ കയറാൻ അവകാശമില്ലായിരുന്ന കാലത്ത് നവോത്ഥാന പ്രസ്ഥാനം അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പറയുന്ന വെള്ളാപ്പള്ളി അങ്ങനെയല്ല. നിങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തെയും ഹൈന്ദവ സംഘടനയെയും മുസ്ലിം സംഘടനയെയും ക്രിസ്ത്യൻ സംഘടനയെയും അതിൻ്റെതായ എല്ലാ പൗത്രതയും അതിൻ്റെതായ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. നിങ്ങൾ നവോത്ഥാന സംഘടനയെയും അയ്യപ്പ സംഗമത്തെ എങ്ങനെയാ കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ ചോദിക്കുന്നത് സർക്കാരല്ലേ നടത്തുന്നത്? അയ്യപ്പ സംഗമത്തെ കുറിച്ച് നവോത്ഥാന സംഘടന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ പറ്റില്ല. നവോത്ഥാന നിർത്തി കാണും. അല്ല മാഡം, നവോത്ഥാന നിർത്തി, നവോത്ഥാനത്തിന്റെ സ്വിച്ച് നിർത്തി. നവോത്ഥാനവും അയ്യപ്പ സംഗമവും തമ്മിൽ എന്താ ബന്ധം? നവോത്ഥാന സംരക്ഷണ സമിതി എപ്പോഴാണ് രൂപീകരിച്ചത്? ശബരിമലയിൽ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നു. അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് കേരളം പല രൂപത്തിൽ ചർച്ച ചെയ്തു. ഇവിടെ ഈ പറയുന്ന BJP അടക്കമുള്ളവർ തെരുവിലിറങ്ങിയും സ്ത്രീകളെ മറ്റേ തേങ്ങയ്ക്കടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പുറത്ത് നാമജപ ഘോഷയാത്ര NSS നടത്തി അല്ലേ? അതിനുശേഷം ഈ CPM എന്താണ് ചെയ്തത്? നവോത്ഥാന സമിതിയും CPM ഇവിടെ ഒരു വനിതാ മതിൽ തീർക്കുന്നു. അതായത് സ്ത്രീകൾക്ക് പ്രവേശം വേണമെന്ന നിലപാട് CPM മുന്നോട്ട് വയ്ക്കുന്നു, പുരോഗമന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പുരോഗമന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടാണ് നവോത്ഥാന സംരക്ഷണ സമിതിക്ക് സർക്കാർ രൂപം നൽകിയത്. അതിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ്? അതും ഈ അയ്യപ്പ സംഘവും എന്തിനാണ് ഇപ്പൊ നവോത്ഥാന സമിതി എടുത്ത് മുന്നിൽ വെച്ചു. നിങ്ങൾ നവോത്ഥാനം നടത്തുന്ന സംവിധാനത്തിൽ നവോത്ഥാനം നടത്തിക്കോളൂ. ആഗോള അയ്യപ്പ സംഘമാണ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ആഗോള അയ്യപ്പ പ്രശ്നം. അവിടെയാണ് CPM-നെ ഇടത് സർക്കാരിനെയും എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന യോഗക്ഷേമ സഭയുടെ അധ്യക്ഷനായ അക്കീരമൺ അടക്കം പറയുന്നു ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന്. കാരണം അവർക്ക് പോലും സംശയം ഇത് രാഷ്ട്രീയമായ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുകയാണ്. എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, യോഗം ഇങ്ങോട്ട് പോകുന്നു, പ്രതീക്ഷയിലാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് അറിയോ, തെറ്റല്ല, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണെന്നല്ല. NSS എന്ന് പറയുന്ന സംഘടനയാണ് നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് അയ്യപ്പ ഘോഷയാത്ര നടത്തിയത്, നാമജപ ഘോഷയാത്ര നടത്തിയത് ഒക്കെ അവരാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ആ കാര്യം മനസ്സിലായത് എന്താണ്? ഈ പറഞ്ഞ വിശ്വാസികളെ സംരക്ഷിക്കുന്ന പാർട്ടി CPM ആണ്, സർക്കാരാണെന്ന് മനസ്സിലാക്കി. അവിടെ ഇടതുപക്ഷവും ഇല്ല, അവിടെ ഇടതുപക്ഷമല്ല, അവിടെ പ്രതിപക്ഷവും ഇല്ല, BJP ഇല്ല, അവിടെ കോൺഗ്രസും ഇല്ല, BJP ഇല്ല. അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരാ നിലപാട്. അത് തന്നെ. അതായത് 2018 നവോത്ഥാന സമിതിയും നടത്തി സ്ത്രീകൾ കാരണമെന്ന് പറഞ്ഞ CPM നവോത്ഥാന സമിതി ഞാൻ ആ വരി പറഞ്ഞു തീർക്കട്ടെ. 2018 ഈ നാമജപ ഘോഷയാത്ര നടക്കുമ്പോൾ അതിന് കൗണ്ടറായി ഇവിടെ നവോത്ഥാന മതിൽ, നവോത്ഥാന സമിതി ഇതൊക്കെ ഉണ്ടാക്കിയ പാർട്ടി ഇപ്പോൾ പറയുന്നു ആചാരം അനുസരിച്ച് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കും. നവോത്ഥാന സമിതിന്റെ അജണ്ട, ലക്ഷ്യം സ്ത്രീകളെ ശബരിമല കയറ്റലാണോ? അത് മാത്രമല്ല, അതാണോ അല്ലയോ എന്ന് പറ. അതിനെന്താ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ അങ്ങനെയല്ല സാറേ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കിക്കോ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിനും അവരുടേതായ ഉന്നമനത്തിൽ ആ സമുദായത്തിൽ ഉന്നമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതിനാണ് എല്ലാവരെയും കൂട്ടിയിട്ടുള്ളത്. അല്ലാതെ അവിടുത്തെ സ്ത്രീകളെ ശബരിമല കയറ്റാൻ വേണ്ടിയിട്ടല്ല. അതിലേക്ക് കൊണ്ട കെട്ടല്ലേ. ഫോർ എക്സാമ്പിൾ നവോത്ഥാനം എന്താ? ഞാൻ സംവിധാനം നടത്താൻ വേണ്ടി ഹിന്ദുക്കളുടെ അതിനെയും കൂടെ പ്രതികരിക്കുന്ന സംവിധാനം. ഹിന്ദു മതത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കേണ്ടത്? നിങ്ങൾ രണ്ടാണ് സാർ, രണ്ടാണ്. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ എല്ലാ മതങ്ങളെയും കൂടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നവോത്ഥാന സമിതി. മതങ്ങളിലെ പഴയ കാര്യങ്ങൾ സംഭവിക്കാനും വേണ്ടി
സംഘടനേന്റെ ആണല്ലോ, ഒരു സംഘടനേന്റെ അല്ലല്ലോ, ഒരു സംഘടനേന്റെ അല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഹിന്ദു സംഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അയ്യപ്പ പിന്നെ സംഗമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആഗോള സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെയാണ്? ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശബരിമല ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അവർ അതിൻ്റെ ഒരു ഭാഗമായി ഹിന്ദുക്കളെ ഒരു പ്രധാന സംഘടനയായി NSS അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ നവോദയ സമിതിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറഞ്ഞുള്ളൂ. NSS ചുമ്മാ കയറിയ സപ്പോർട്ട് ചെയ്തല്ല. NSSന് എല്ലാ ഉറപ്പുമുണ്ട്. 2018 ചെയ്ത ഒരു പരിപാടിയും ഇനി ഞങ്ങൾ ആ വഴിക്ക് പോലും പോകില്ല എന്ന് CPM ഉറപ്പ് കൊടുത്തിട്ടാണ്. അത് CPM തീരുമാനിക്കണം. CPMന്റെ വിജയമാണോ പരാജയമാണോ? CPMന്റെ വിജയമാണ്, അതല്ല ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത് 2018 സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കോടതി വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിറങ്ങിയ CPM ഇപ്പോഴും ആ കോടതി വിധി നിലവിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് കയറ്റില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? അത് ഭൂരിപക്ഷ വർഗീയതാന്ന് പറയാം. വർഗീയ നിലപാടുള്ളവരാണെന്ന് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. CPM തീരുമാനിച്ചാൽ മതി. അതേ അഭിപ്രായം അത് തന്നെയാണ് എന്റെ തിരിച്ചുള്ള ചോദ്യവും. കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയത വളർത്താനുള്ള പരിപാടിയാണെന്ന് പറയുന്ന കോൺഗ്രസ് ആ നിലപാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ മുഴുവൻ വർഗീയ നിലപാടുള്ളവരാണോ എന്ന് പറഞ്ഞാൽ മതി. 2024 തെരഞ്ഞെടുപ്പ് മുമ്പ് എല്ലാ ദിവസവും ഗാസയായിരുന്നു. 2024 ശേഷം ഗാസ പോയിട്ട് ജി പോലും മിണ്ടില്ല, ഒരക്ഷരം മിണ്ടില്ല. മുസ്ലിങ്ങളുടെ സ്കൂളുകൾക്കെതിരെ കോളേജുകൾക്കെതിരെ ഒരു ആവശ്യം വന്നാൽ വേണം മാർച്ച് നടത്തും. പക്ഷേ പ്രശ്നം 10 വോട്ട് നിലത്ത് കിടന്നാൽ അത് എങ്ങനെ വേണമെങ്കിലും എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. എവിടെ പോയി ഗാസ, എവിടെ പോയി പാലസ്തീൻ, എവിടെ പോയി ഹിന്ദുക്കളെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ശബരിമലയിലെ അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് ശബരിമലയിലെ അയ്യപ്പന്മാരുടെ മലയാളി വർഗീയതയ്ക്ക് വഴങ്ങാത്തോണ്ട്. മലയാളികൾ വർഗീയതയ്ക്ക് വഴങ്ങാത്തോണ്ട് അത് പറയണം. അത് ഭൂരിപക്ഷ മനസ്സിലായില്ല. പ്രതിപക്ഷം പറഞ്ഞതാണ് നേരത്തെ ന്യൂനപക്ഷ പീഡനമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ശബരിമല, ഇത്രേ ഉള്ളൂ. സർക്കാരിന് ഒറ്റ നിലപാട്. കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, കേരളത്തിലെ സംഘടനകളുടെ ഉന്നമനത്തിന് പറയുക, കേരളത്തിലെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പുറം എന്താണ്? വർഗീയതയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു സർക്കാരിന്റെ ഭാഗമായ ഒരാളും ഒരു പാർട്ടി നേതാവും വർഗീയതയെ കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വിട്ട് ഇപ്പോൾ CPM-നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയല്ല അർത്ഥം. അതിനല്ല. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന NSSന് ആ സംവിധാനം എന്താണ് വിജയിക്കുന്ന സംവിധാനം അല്ല. ആ സംവിധാനം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. CPM ആ വഴിക്ക് വന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നേരെ തിരിച്ചാണ് എന്റെ അഭിപ്രായം. കാരണം CPM-ന്റെ കൂടെ നിൽക്കാൻ പറ്റിയ പാർട്ടിയാണ് NSSന് മനസ്സിലായി. അത്രേ ഉള്ളൂ. NSS ജനറൽ സെക്രട്ടറിയും NSS-ഉം പെരുന്നയിൽ തന്നെയാണ് നിൽക്കുന്നത്. CPM കേരളത്തിലെ NSS-ന്റെ അവസ്ഥ അറിയോ? പ്രതിപക്ഷ പാർട്ടിയോ കോൺഗ്രസിന്റെയോ ഒരു നേതാക്കളോട് പോലും ടോക്കിംഗ് ടേംസ് ഇല്ല അവിടെ. എന്താണ് അവിടെ ഒരു നേതാക്കന്മാർ പോലും ഇപ്പൊ പണ്ടെന്താ പറയുന്നത്, ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അല്ലേ? പിന്നെ എന്താ അവരെന്ത് സപ്പോർട്ടാണ് തിരിച്ചു ചെയ്യേണ്ട കാര്യമുള്ളത്? അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിന്നാൽ മതി, അത്രേ ഉള്ളൂ. CPM നിറങ്ങാറുണ്ടോ? എന്ത് നിരങ്ങാറില്ല? അവർ വിളിച്ചപ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചോ? എന്താ ആ നിലപാട് കോൺഗ്രസ് BJP-യോട് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ മതി. നിലപാട് മാറ്റിയതുകൊണ്ടാണെന്നാണ്. ശരി, കണ്ടിന്യൂ. CPM നിലപാട് മാറ്റിയതുകൊണ്ടാണ്. CPM നിലപാട് മാറ്റിയത് കൊണ്ടല്ല. CPM നിലപാടല്ല. CPM-ന് ഒരേ നിലപാടേ ഉള്ളൂ. കേരളത്തിലെ വിശ്വാസികളുടെ കൂടെ നിൽക്കുക ഒറ്റ നിലപാട്. ആ നിലപാടിനൊപ്പം നിന്നു. അത് NSS-ന് മനസ്സിലായി. 10 വോട്ട് കിട്ടിയ ഗാസ, 10 വോട്ട് കിട്ടിയ ശബരിമല. അതാണ് നിങ്ങൾ ഒരു കേസ് വരുമ്പോഴത്തേക്കും ഗാസയും അഫ്ഗാനിസ്ഥാനും ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ തിരിച്ച് 500 പീസാക്കി ചർച്ച ചെയ്യും. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 3 നിലപാടേ ഉള്ളൂ. അത് ഹിന്ദുക്കളുടെ കൂടെ, ക്രിസ്ത്യാനിൻ്റെ കൂടെ ക്രിസ്ത്യാനി, അവരുടെ ഉന്നതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പം എന്താ പറഞ്ഞേ? ആഗോള അയ്യപ്പ സംഗമം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്താ ഒരു മാധ്യമം പറയുന്നറിയോ? ആഗോള അയ്യപ്പ സംഗമം വിവാദത്തിൽ. എന്ത് വിവാദം എവിടെയുള്ളത്? അവിടെ വികസനം വരണ്ട നിലപാടുണ്ടോ? ഇവിടുത്തെ BJP-ക്കും ഇവിടുത്തെ കോൺഗ്രസിനും അവിടെ ഒരു വികസനം വരണ്ട നിലപാടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. അതിന് പകരം പറയുന്നത് ഭൂരിപക്ഷ വർഗീയത വളർത്താനുള്ള പരിപാടിയൊന്നും പറയാൻ നിൽക്കരുത്. അത് നല്ല നിലപാടല്ല.
Meet the editors.